പ്രിയമുള്ളവരെ, നാം ഇന്ന് ഓർക്കുന്നത് അനാഥർക്കായി ജീവിച്ച കനോസയിലെ വിശുദ്ധ മഗ്ദലേനെക്കുറിച്ചാണ്. ഇറ്റലിയിലെ ഒരു പ്രഭു കുടുംബത്തിൽ ജനിച്ചിട്ടും പാവപ്പെട്ടവരുടെ ശുശ്രൂഷയ്ക്കായി തൻ്റെ ആഡംബര ജീവിതം ഉപേക്ഷിച്ച മഹതിയാണ് വിശുദ്ധ മഗ്ദലേൻ ഡി കനോസ. കനോസയിലെ രാജകുമാരി എന്നറിയപ്പെടുന്ന ഇവർ സമൂഹത്തിൻ്റെ താഴെത്തട്ടിലുള്ളവർക്ക് വിദ്യാഭ്യാസവും ആത്മീയ വെളിച്ചവും നൽകുക എന്ന ദൗത്യമാണ് തിരഞ്ഞെടുത്തത്. കനോസിയൻ ഡോട്ടേഴ്സ് ഓഫ് ചാരിറ്റി എന്ന സന്യാസിനി സമൂഹത്തിൻ്റെ സ്ഥാപകയായ മഗ്ദലേൻ, ക്രിസ്തുവിൻ്റെ സ്നേഹം സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ തൻ്റെ ജീവിതം പൂർണ്ണമായും സമർപ്പിച്ചു. 1774 മാർച്ച് 1 ഇറ്റലിയിലെ വെറോണയിലുള്ള കനോസ കൊട്ടാരത്തിലാണ് മഗ്ദലേൻ ജനിച്ചത്. അതിസമ്പന്നമായ കുടുംബ പശ്ചാത്തലമായിരുന്നു അവളുടേത്. എങ്കിലും കൊട്ടാരത്തിലെ സുഖസൗകര്യങ്ങൾ അവളെ തൃപ്തിപ്പെടുത്തിയില്ല. 5-ാം വയസ്സിൽ പിതാവിൻ്റെ മരണവും തുടർന്ന് മാതാവ് കുടുംബം ഉപേക്ഷിച്ചു പോയതും മഗ്ദലേനെ മാനസികമായി തളർത്തി. ഈ വേദനകൾക്കിടയിലും അവൾ ദൈവത്തിൽ അഭയം കണ്ടെത്തുകയും പ്രാർത്ഥനയിൽ ആശ്വാസം തേടുകയും ചെയ്തു. തൻ്റെ 15-ാം വയസ്സിൽ സന്യാസ ജീവിതത്തിലേക്കുള്ള ദൈവവിളി അവൾ തിരിച്ചറിഞ്ഞു. ഇതിനിടെ നെപ്പോളിയൻ ബോണപ്പാർട്ട് ഉൾപ്പെടെയുള്ള പ്രമുഖർ അവളുടെ കൊട്ടാരം സന്ദർശിച്ചിട്ടുണ്ട്. എന്നാൽ അവൾ ആഗ്രഹിച്ചത് ലളിതമായ ജീവിതമായിരുന്നു. 1808 തൻ്റെ കുടുംബത്തിൻ്റെ എല്ലാ സ്വത്തുക്കളും പദവികളും ഉപേക്ഷിച്ചുകൊണ്ട് മഗ്ദലേൻ കൊട്ടാരത്തിൽ നിന്നിറങ്ങി. വെറോണയിലെ ഏറ്റവും ദരിദ്രമായ ചേരിപ്രദേശമായ സാൻ സെനോയിലേക്ക് അവൾ താമസം മാറ്റി. ചേരികളിലെ പെൺകുട്ടികൾ വിദ്യാഭ്യാസവും സംരക്ഷണവുമില്ലാതെ അലയുന്നത് കണ്ട മഗ്ദലേൻ അവർക്കായി വിദ്യാലയങ്ങൾ ആരംഭിച്ചു. അറിവിലൂടെ മാത്രമേ ദാരിദ്ര്യം ഇല്ലാതാക്കാൻ കഴിയൂ എന്ന് അവൾ വിശ്വസിച്ചു. പാവപ്പെട്ടവരെ സേവിക്കാനായി അവൾ ഡോക്ടേഴ്സ് ഓഫ് ചാരിറ്റി എന്ന സഭയ്ക്ക് രൂപം നൽകി. സ്നേഹത്തിലും വിനയത്തിലും അധിഷ്ഠിതമായ ഈ സഭ പാവപ്പെട്ടവരുടെ ഇടയിലെ മിഷണറി പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകി. ആശുപത്രികൾ സന്ദർശിക്കാനും ഉപേക്ഷിക്കപ്പെട്ട രോഗികളെ ശുശ്രൂഷിക്കാനും മഗ്ദലേൻ സമയം കണ്ടെത്തി. എല്ലാവരിലും ക്രൂശിതനായ യേശുവിനെ ദർശിക്കാൻ അവൾ തൻ്റെ സഹോദരിമാരെ പഠിപ്പിച്ചു. വ്യാകുല മാതാവിനോടും ക്രൂശിതനായ ക്രിസ്തുവിനോടുമുള്ള ഭക്തിയായിരുന്നു അവളുടെ ഊർജം. യേശുവിനെ അറിയാത്തവർ എത്ര ഭാഗ്യഹീനരാണ് എന്ന് അവൾ എപ്പോഴും പറയുമായിരുന്നു. ഇറ്റലിയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് അവളുടെ പ്രവർത്തനങ്ങൾ അതിവേഗം വ്യാപിച്ചു. കാലക്രമേണ ഈ മിഷണറി ദൗത്യം ലോകമെമ്പാടും പടരുകയും ഇന്ന് നിരവധി രാജ്യങ്ങളിൽ കനോസിയൻ സഹോദരിമാർ സേവനം ചെയ്യുകയും ചെയ്യുന്നു. 1835 ഏപ്രിൽ 10 മഗ്ദലേൻ നിത്യതയിലേക്ക് യാത്രയായി. 1988 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അവളെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. വിശുദ്ധ മഗ്ദലേൻ ഡി കനോസയുടെ ജീവിതം ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ഉത്തമ ഉദാഹരണമാണ്. പദവികളേക്കാൾ സേവനത്തിനും സമ്പത്തിനേക്കാൾ സ്നേഹത്തിനും വിലയുണ്ടെന്ന് അവൾ തൻ്റെ ജീവിതത്തിലൂടെ തെളിയിച്ചു. കനോസയിലെ ആ രാജകുമാരി ഇന്ന് ലോകമെമ്പാടുമുള്ള ദരിദ്രരുടെ മധ്യസ്ഥയായി വണങ്ങപ്പെടുന്നു. മെയ് 8 അവളുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ചേർത്ത് പിടിക്കാനുള്ള വലിയൊരു സന്ദേശമാണ് നമുക്ക് ലഭിക്കുന്നത്. വിശുദ്ധ മഗ്ദലേൻ്റെ മധ്യസ്ഥത നമുക്ക് എന്നും കരുത്താവട്ടെ.